നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൻസ് ക്ലിക്സ്. ഇത്രയും നാൾ ഞാൻ നിങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് കണ്ടെയ്നർ ഷിപ്പിൻ്റെ വിശേഷങ്ങളായിരുന്നു. അതിൽ കണ്ടെയ്നർ മാത്രം കയറ്റാൻ പറ്റുള്ളായിരുന്നു. പിന്നെ കണ്ടെയ്നറിൽ തന്നെ നമ്മൾ വണ്ടികളൊക്കെ വല്ലപ്പോഴും കയറ്റിക്കൊണ്ട് പോകുന്നത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ സെയിൽ ചെയ്യുന്ന കപ്പൽ ഒരു റോറോ കണ്ടെയ്നറാണ്. അതായത് ഈ പുറകിൽ കാണുന്ന പോലത്തെ ഇഷ്ടംപോലെ കണ്ടെയ്നർ സാധാരണ കണ്ടെയ്നർ ഷിപ്പിലെ പോലെ കയറ്റാനും പറ്റും. റോറോ എന്ന് പറഞ്ഞാൽ റോൾ ഓൺ റോൾ ഓഫ്, അതായത് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്ത് ഓടിച്ചുകൊണ്ട് നമുക്ക് കപ്പലിൽ കയറ്റാൻ പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സിംഗപ്പൂരിൽ നിന്നും ഇന്ധനം അടിച്ചതിന് ശേഷം 12 ദിവസത്തെ യാത്രക്കൊടുവിൽ സൗദി അറേബ്യയിലെ ജുബൈൽ എന്ന പോർട്ടിൽ കപ്പലെത്തി. അപ്പോൾ നമ്മൾ ചൈനയിൽ നിന്ന് ലോഡ് ചെയ്ത ട്രക്കുകളെല്ലാം തന്നെ ഇവിടെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് രാത്രിയിൽ തന്നെ ഡിസ്ചാർജിങ് ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ പകലായപ്പോഴത്തേക്കും നമ്മൾ കയറ്റിയ ട്രക്കുകളെല്ലാം തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവർമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നു, ഓരോ വാഹനങ്ങളിൽ കയറുന്നു, നേരെ എടുത്തുകൊണ്ട് പോകുന്നു. ചില വാഹനങ്ങൾ സ്റ്റാർട്ടാകാതെ വരുമ്പോൾ ജംപ് സ്റ്റാർട്ടൊക്കെ ചെയ്തിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അങ്ങനെ അവസാനത്തെ ട്രക്കുകളും കപ്പലിൽ നിന്ന് ഇറങ്ങി ഡിസ്ചാർജായി. അങ്ങനെ കപ്പലിൻ്റെ മെയിൻ ഡെക്ക് കാലിയായിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കപ്പലിൻ്റെ സ്റ്റേൺ ഡോറാണ് അടയ്ക്കേണ്ടത്. അത് പയ്യെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കപ്പൽ കടലിൽ കൂടെ പോകുമ്പം പുറത്തുനിന്നുള്ള വെള്ളമൊന്നും കപ്പലിനകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഈ സ്റ്റേൺ ഡോറ്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നല്ല രീതിയിൽ അടച്ച് വാട്ടർ ടൈറ്റ് ആക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഈ വാഹനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടു വന്ന ആ സ്റ്റേൺ റാമ്പ് അടയ്ക്കാനും. അപ്പം അങ്ങനെ അവസാനം സ്റ്റേൺ ഡോർ അടഞ്ഞതിന് ശേഷം സ്റ്റേൺ റാമ്പും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അരമണിക്കൂറോളം സമയമെടുത്താണ് ഈ ഒരു സംഭവം അടയ്ക്കുന്നത്. ഞാൻ വേഗത്തിൽ കാണിക്കുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ കപ്പൽ അബുദാബിയിലെ ഖലീഫ തുറമുഖത്തെത്തി. ട്രക്കുകൾ ഇറങ്ങി കാലിയായ മെയിൻ ഡെക്കിൽ നിറച്ചും കണ്ടെയ്നറുകൾ ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റോറോ ബെർത്തിലേക്ക് കപ്പൽ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. നേരത്തെ അടച്ച സ്റ്റേം റാമ്പ് ചീഫ് ഓഫീസർ തുറന്നു. അതിനുശേഷം സ്റ്റേൺ ഡോറും തുറന്നു. അതിലൂടെ വാഹനങ്ങൾ ഓരോന്നോരോന്നായിട്ട് കപ്പലിലേക്ക് കടന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അവർ ലോഡിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഞാൻ പറയാറുള്ളതുപോലെ റിവേഴ്സ് എടുത്തിട്ട് ഡിസ്ചാർജിങ്ങിന് എളുപ്പമുള്ള രീതിയിൽ അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്പർ ഡെക്ക് എന്ന് പറഞ്ഞ ഈ സ്ഥലത്താണ് ഓണത്തിൻ്റെ അന്ന് വടംവലി നടത്തിയത്. അപ്പോൾ ഞാൻ മേളിൽ നിന്ന് താഴെ വന്നപ്പോൾ തന്നെ പകുതിയിലധികം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ കപ്പലിലേക്ക് ഓടിച്ചുകൊണ്ട് വന്ന് പാർക്ക് ചെയ്യുന്ന ഈ കാറുകളിൽ നിന്ന് ഡ്രൈവർമാർ ഇറങ്ങിയതിന് ശേഷം അവരെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാഹനം വന്നിട്ടുണ്ട്. അതിൽ കയറിയിട്ട് വേണം മറ്റ് കാറുകൾ എടുക്കാൻ വേണ്ടി അവർക്ക് പോകാനായിട്ട്. 50 കാറുകൾ ലോഡ് ചെയ്യുന്നതിൽ 48 എണ്ണം സാധാരണയും അവസാനത്തെ 2 കാറുകൾ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കാറുകളുമായിരുന്നു. അപ്പോൾ അതിൻ്റെയും ലോഡിങ് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. കണ്ടെയ്നറിൻ്റെ തൊട്ടടുത്തുകൂടെ കപ്പലിലേക്ക് ഈ വാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവസാനത്തെ സെറ്റ് ഡ്രൈവർമാരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇനി ഒരു വാഹനം കൂടെ കയറ്റി കഴിഞ്ഞാൽ കപ്പലിൻ്റെ ഈ തുറമുഖത്തെ ലോഡിംഗ് എല്ലാം കഴിയും. അത് പക്ഷേ ചില്ലറക്കാരനൊന്നുമല്ല, കുറച്ച് ഹെവി വെയ്റ്റ് സാധനമാണ് ഇപ്പോൾ ഈ കയറുന്നത്. $83 ടണ്ണ് ഭാരം, അതായത് 83,000 കിലോ വെയിറ്റ് ഉള്ള ഒരു വാഹനമാണ് ഈ കയറുന്നത്. അപ്പോൾ ഈ ചെരിഞ്ഞ പ്രതലത്തിൽ കൂടെ കയറുമ്പോൾ തെന്നി മാറാതിരിക്കാനായിട്ട് കപ്പലിനെ തുറമുഖത്ത് പിടിച്ചു കെട്ടുന്ന കയറിൻ്റെ പഴയ കയറ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൽ പിടിച്ചാണ് ഈ സാധനം കപ്പലിലേക്ക് ലോഡ് ചെയ്ത് കയറ്റുന്നത്. ഇത് കുഴിക്കാനൊക്കെ ഉള്ള ഒരു യന്ത്രമാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ കപ്പലിൽ തട്ടാതെയും മുട്ടാതെയൊക്കെ ഈ വാഹനം ലോഡ് ചെയ്തതോടുകൂടി ആ തുറമുഖത്തെ കപ്പലിൻ്റെ ലോഡിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു നമ്മുടെ കപ്പലിൽ കണ്ടെയ്നറും കാറും കയറ്റാമെന്ന്. കാറൊക്കെ കയറ്റിയ വീഡിയോ നിങ്ങളെല്ലാം കണ്ടു. അപ്പോൾ എൻ്റെ ഈ പിറകിൽ കിടക്കുന്ന കാറിലൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട്. അതൊക്കെ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്ങനെയാണ് ഇത്രയും പൊടി വന്നതെന്ന്. ഇപ്പോൾ തുറമുഖത്ത് ഈ വണ്ടികളൊക്കെ കിടക്കുന്ന സമയത്ത് ഞങ്ങളുടെ കപ്പലിൻ്റെ മുൻപിലായിട്ട് വേറൊരു ബൾക്ക് കാരിയർ കപ്പലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു ഗുഡ്സൊക്കെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ആ പൊടിയൊക്കെ കാറ്റത്ത് പറന്ന് ഈ തുറമുഖത്ത് വന്ന വണ്ടികളുടെ മേത്തൊക്കെ വീണ് അങ്ങനെയാണ് ഇത്രയും പൊടി ഈ വണ്ടിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ ലോഡ് ചെയ്യാൻ വരും 50 വണ്ടികൾ, 50 കാറോളം ഉണ്ട്. 1 മണിക്കൂർ സമയം കൊണ്ടാണ് ഇത്രയും വാഹനങ്ങൾ ഈ കപ്പലിൽ ഓടിച്ച് കയറ്റിയത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.